KSRTC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. KSRTC ബസ് നിർത്തിയിട്ട് ഇന്ധനം നഷ്ടപ്പെടുത്തിയതിന് 3 ജീവനക്കാർക്കെതിരെ നടപടി. പാറശാല ഡിപ്പോയിലെ താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിട്ടു, 2 പേരെ സസ്പെൻഡ് ചെയ്തു. 20 മിനിറ്റോളം നേരം ബസ് ഓണാക്കിയിട്ടെന്ന പരാതിയിലാണ് നടപടി. ജിബിൻ JB അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. ജിബിൻ, ഇത് ഈ 20 മിനിറ്റ് നേരം ബസ് ഓണാക്കിയിട്ടത് എന്തിനാണ്? ആർക്കൊക്കെ എതിരെയാണ് നടപടി? ഇത് ഏതെങ്കിലും തരത്തിൽ ആ ഡ്രൈവറാണെങ്കിലും ഒരു പ്രതികാര നടപടി സ്വീകരിച്ചതാണോ? ഈ കഴിഞ്ഞ മാസം 9-ാം തീയതിയാണ് ഈ ഒരു കേസിന്, അതായത് ഈ ഒരു പിരിച്ചുവിടലിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഈ തിരുവനന്തപുരം ഡിപ്പോയ്ക്കുള്ളിൽ ഇത്തരത്തിലൊരു ബസ് ഡ്രൈവറോ കണ്ടക്ടറോ ഇല്ലാതെ ഏറെ നേരമായി ഓണാക്കിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട CMD ആണ് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ തിരക്കുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഒരു ബസ് 20 മിനിറ്റായി ഓണാക്കിയിട്ടിരിക്കുന്നതെന്ന് ഈ ഡ്രൈവറോട്, താൽക്കാലിക ജീവനക്കാരനായ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ CMDയോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അതായത് KSRTCയിൽ തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അവരെ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. അതായത് ഒരു കാരണവശാലും ഇന്ധനം പാഴാക്കരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം എല്ലാ ജീവനക്കാർക്കും KSRTCയുടെ ഭാഗത്തു നിന്ന് നൽകിയിരുന്നു. KSRTCയുടെ വരുമാനത്തിൽ ഏകദേശം 50% തുക ഈ ഒരു ഇന്ധനത്തിനായാണ് ഇവർ ചിലവാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു രീതിയിൽ ഇന്ധനം പാഴാക്കരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിൽ 20 മിനിറ്റോളം ഒരു ബസ് ഓണാക്കിയിട്ടിരിക്കുന്നത്. അതായത് കണ്ടക്ടറോ മറ്റ് ജീവനക്കാരോ അല്ലെങ്കിൽ യാത്രക്കാരോ പോലും ഇല്ലാതെയാണ് ഈ തിരുവനന്തപുരത്ത് ഡിപ്പോയിൽ കളിക്കവളത്തേക്കുള്ള ഈ ബസ് വെയിൽ ചെയ്ത് ഈ ഒരു വാഹനം ഓണാക്കി തന്നെ ഇട്ടിരുന്നത്. അപ്പോൾ അതായത് താൽക്കാലിക ജീവനക്കാരനായ ഈ ഒരു ഡ്രൈവറിൻ്റെ അതായത് ഈ ബസ് അദ്ദേഹം ഓണാക്കിയിട്ടിരുന്നതിലും KSRTC CMDയോട് അദ്ദേഹം പരോക്ഷമായി പെരുമാറിയതിനും ആണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് താൽക്കാലിക ജീവനക്കാരായ ഡ്രൈവറിനെ പുറത്താക്കി. അതുമാത്രമല്ല, ഈ ബസ്സിൽ അതായത് ഇദ്ദേഹത്തോടൊപ്പം സ്ഥിര ജീവനക്കാരായ കണ്ടക്ടർ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു വാഹനം ഓണാക്കി ഇടുന്നതും ഇന്ധനം നഷ്ടപ്പെടുത്തുന്നതും ഒക്കെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അദ്ദേഹം ഇതിൽ ഇടപെടാത്തതിനാലാണ് ഈ ഒരു കണ്ടക്ടറെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ബസ്സിന് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ബസ് സ്റ്റാർട്ടാക്കി എടുക്കുന്നതിലൊക്കെ തന്നെ കാലതാമസം ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഡ്രൈവർ പല തവണയായി KSRTCക്ക് പരാതി നൽകിയിട്ടും ഇവരുടെ ഭാഗത്തു നിന്ന്, അതായത് ഈ കളിക്കാവിള സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഇതിൻ്റെ ഇൻചാർജിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതൊരു KSRTCയുടെ ഭാഗത്തു നിന്നുള്ള ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വേഗമേറിയ ഒരു നടപടി തന്നെ ഉണ്ടാകുന്നത്. ഇന്ധനം പാഴാക്കരുതെന്നുള്ള കർശന നിർദ്ദേശം ഉണ്ടായിട്ടും അതിനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയുമാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ശരി.